തലശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുമോ മണ്ഡലത്തിൽ നിന്ന്? ഭൂരിപക്ഷത്തിൻ്റെതല്ല നമ്മൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുക, അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അതുപോലെ കേരളത്തിലെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ കേരളത്തിൽ നിലനിൽക്കുന്ന മതനിരപേക്ഷതയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ, ഈ രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ആരെയെങ്കിലും ആക്ഷേപിക്കാനോ ഏതെങ്കിലും എതിരാളികളെ കുറ്റം പറഞ്ഞോ വോട്ട് പിടിക്കുന്നില്ല. തികച്ചും രാഷ്ട്രീയ സദാചാരവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ പ്രവർത്തനമാണ് LDF ഇവിടെ നടത്തുന്നത്. ഈ കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു സ്ഥാനാർത്ഥിത്വം തേടി വന്നത്. അതേസമയം താങ്കളുടെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തവണ മറുചേരിയിൽ മത്സരിക്കുകയാണ്, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. TK ഗോവിന്ദൻ അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പ്രചരണങ്ങളൊക്കെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ എതിർപ്പാളയത്തിൽ എത്തുമ്പോൾ TK ഗോവിന്ദൻ സ്വീകാര്യന അല്ലാതാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് TK ഗോവിന്ദൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്? സ്വീകാര്യതയും അസ്വീകാര്യതയും തീരുമാനിക്കുന്നത് ഒരാളിൻ്റെ ആദർശവും നിലവാരവുമാണ്. നിലവാരമില്ലാത്ത ഒരാൾ ഇങ്ങനെ ആയാൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു അവസരവാദിയായ ഒരു നിലപാട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല. സ്ഥാനമാനങ്ങൾ മോഹിച്ചവർക്ക് ഈ പാർട്ടിയിൽ നിൽക്കാനും പറ്റില്ല. അങ്ങനെ ആഗ്രഹിച്ചവർ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കും. അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കും. രാജേട്ടാ, ഇത് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം രാജേട്ടന് നൽകാനുള്ള ഒരു വാഗ്ദാനം എന്താണ്? തലശ്ശേരിയിൽ വികസനത്തിൻ്റെ തുടർച്ച ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ ഇവിടുത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ചു പൊതുജനങ്ങളുടെ അഭിപ്രായം എല്ലാം ശേഖരിച്ച് LDF ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ടാവും. നഗരത്തിൻ്റെ വികസന പദ്ധതിയുണ്ട്, വിവിധ കോളേജുകളുടെ, മലബാർ ക്യാൻസർ സെൻറ്റർ, അതുപോലെ സാംസ്കാരിക മേഖല, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിക്കാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. എന്തായാലും ഇത്തവണ തലശ്ശേരിയിൽ വികസന തുടർച്ച ഉണ്ടാകുമെന്ന ഉറപ്പാണ് കാരായി രാജൻ പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.